ഫിസിക്കൽ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വന്ന രാജ്യം ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യയിലുള്ളവരുമുണ്ട്, ഇന്ത്യയുടെ പുറത്തുള്ളവരുണ്ട്. അപ്പം അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പുള്ളി എന്നോട് പറഞ്ഞത്, ഏകദേശം 50,000-ൽ പരം ഇന്ത്യക്കാർ, അതിനകത്ത് ഇന്ത്യയിലുള്ളവരുണ്ട്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് IDF-ൽ ചേരാൻ താല്പര്യമുണ്ട്. അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൽ ചേർന്ന് ഈ ഭീകരന്മാരെ ഒതുക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ നമ്മൾ ആ ലെവലൊന്ന് ആലോചിച്ച് നോക്കുക, എവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോയത്. അതിനകത്ത് ഈ 50,000 പേരിൽ 10,000 പേരെന്ന് പറയുന്നതും മലയാളി ഒറിജിനാണ്. അതായത് കേരളൈറ്റ്സ് ആണ്, കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും, അതായത് വിദേശത്ത് ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഏകദേശം ഏറ്റവും കൂടുതൽ ആൾക്കാർ. അതായത് അതിൻ്റെ ക്രിസ്ത്യൻസും ഉണ്ട്, ഹിന്ദുസും ഉണ്ട്. അവർക്ക് താല്പര്യമുണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആയ IDF-ൽ ജോയിൻ ചെയ്ത് ഇസ്രായേലിനെ സേവിക്കാൻ. കാരണം ഒരു കാരണവശാലും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ഈ ഭീകരന്മാർക്ക് അവർക്ക് വിട്ടുകൊടുക്കില്ല. ഇതിന്റെ പ്രോസസ്സൊക്കെ നടക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യാനും മറ്റൊരു സംഭവം ഉണ്ടായി. ഇതേപോലെ അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഈ RSS ലീഡേഴ്സ് ഈ ഇസ്രായേലി അഡ്മിനിസ്ട്രേഷനായിട്ടും ഇസ്രായേൽ എംബസിയുമായിട്ടും ടെല്ലവീവിലും പോയിരുന്നു. അവരും പറഞ്ഞു അവരുടെ കേഡേഴ്സ് ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് സഹായിക്കാൻ തയ്യാറാണ്. അത് നിങ്ങൾ മൾട്ടി ലെവലായിട്ടാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കാർ പല രീതിയിലുള്ള സഹായമാണ് അങ്ങോട്ട് ആവശ്യപ്പെടുന്ന, ചോദിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് തരാം. അതിനൊക്കെ പല ആളുകളും ഈ പല രീതിയിലുള്ള പണം ആവശ്യമുണ്ടോ, ഞങ്ങൾ തരാൻ തയ്യാറാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇസ്രായേലിൻ്റെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും പിടികിട്ടിട്ടില്ല. ഇത് ഭയങ്കര ഡീപ്പായിട്ടങ്ങ് കയറിപ്പോയേക്കുവാണ്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരവാദികൾ നടത്തിയ ഒരു ആക്രമണം, അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിലാണ് ഇപ്പോഴും അവിടെ ഒരു വലിയ യുദ്ധം എന്നുള്ള ഒരു സംഭവമൊക്കെ നിലനിൽക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു വെടിനിർത്തലൊക്കെ ഉണ്ട് എന്നുള്ളതുള്ളൂ. അത് വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇനി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആക്രമണം, ഒക്ടോബർ 7-ാം തീയതി നടന്ന ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്നാണ് ഫിസിക്കലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ വന്ന് നിങ്ങൾക്കൊപ്പം നിന്ന് ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരേ ഒരു രാജ്യത്തെ ജനങ്ങൾ അത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ് ഇസ്രായേൽ തന്നെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം, എത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു മാനസിക അടുപ്പമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ഇന്ത്യക്കാർക്കുള്ളതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കാരണം ഇതിന് ഒരുപാട് വശങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഈ പറയുന്ന മാത്യു സാമുവൽ സാർ പറയുന്നത് പോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ അവസാനമായിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടത് 1999 കാർഗിൽ യുദ്ധം. ആ യുദ്ധത്തിൽ പോലും മലമുകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയിരുന്ന ഈ പാകിസ്ഥാൻ പട്ടാളക്കാരും ജിഹാദികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തിയ ആക്രമണത്തെ നമ്മൾക്കതിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താനുള്ള സൈനിക ആയുധ സംവിധാനങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള സംവിധാനങ്ങൾ തന്നത് ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ്, ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നുള്ളത് ഒരു തർക്കമില്ല. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കേട്ടത്. അന്ന് പാകിസ്ഥാന് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യമാണ് പാലസ്തീനും, അതോടൊപ്പം തന്നെ പാലസ്തീനിലെ ഭീകരവാദ സംഘടനയായിട്ടുള്ള ഹമാസ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഇന്ത്യക്കാര് ആ സമയം മുതൽക്കേ തന്നെ നമ്മൾക്കറിയാം ഈ രാഷ്ട്രം പാലസ്തീൻ എന്ന് പറയുന്നത് ഇന്ത്യക്കൊപ്പം ഒരു കാരണവശാലും നിൽക്കില്ല, പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന രാജ്യം തന്നെയാണെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന ഇസ്രായേൽ സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് 50,000-ഓളം ആളുകൾ തയ്യാറായി എന്നുള്ളതാണ്. എത്രത്തോളം വലിയ രീതിയിലൊരു സംഭവം എന്ന് ആലോചിക്കും. കാരണം ഇസ്രായേൽ സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങളുടെ കൂടെ ഒരു ആവശ്യമാണെന്നുള്ള ഒരു വിഷയമാണ് അവിടെ പറയുന്നത്. അമേരിക്കയുമായിട്ടൊക്കെ വലിയ സൈനിക ബന്ധവും ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ടെങ്കിൽ പോലും അമേരിക്കക്കാരായിട്ടുള്ള ആരെങ്കിലും
ഞങ്ങൾ വന്ന് അവിടുത്തെ ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഞങ്ങൾ വന്ന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അത് ഇന്ത്യക്കാർ മാത്രമാണ്. അത്രത്തോളം വലിയ ബന്ധമാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് മാനസികമായിട്ട് നമ്മൾ ഇന്ത്യക്കാർക്കുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഹമാസ് എന്തോ പോരാളി സംഘടനയാണ്, മറ്റേതാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവരെന്ത് പോരാട്ടമാണ് ഇവർ നടത്തുന്നത്? 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്ക് ഇവർ കരമാർഗവും കടൽ മാർഗവും ആകാശമാർഗവും നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതാണ്. പിഞ്ചു കുട്ടികളെ പോലും സ്ത്രീകളെ പോലും ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന 1500ഓളം ആളുകളാണ് ഇവരൊരു ആക്രമണത്തിൽ അവിടെ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊരു സ്വഭാവ രീതിയുള്ള സംഘടനയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ആനപ്പുറത്ത് വെച്ചുകൊണ്ട് സ്വീകരിക്കുന്നു, ആനപ്പുറത്ത് വെച്ച് പ്രചരിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഹമാസ് ലവ്, ഹമാസ് ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള നടപടി എടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത്, ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു നമ്മളെപ്പോലുള്ള രാജ്യസ്നേഹികളെ സംബന്ധിച്ച് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവരെന്തിനാണ് ഈ ഭീകരവാദ സംഘടനയെ പിന്തുണക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 50,000-ഓളം ആളുകൾ ഈ IDF-ൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളൊരു മാനസികാവസ്ഥയോടുകൂടി ആ ഒരു കരുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടകം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിൽ പോലും മലയാളികൾ അടക്കമുള്ള 100-ന് മുകളിൽ മലയാളികൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മൊസാദിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും സഹകരിക്കുന്നു. ഭീകരവാദ സംഘടനാ സംവിധാനങ്ങളെ തകർക്കുന്നതിനായിട്ട് ലോകത്തെല്ലായിടത്തും ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം എത്രത്തോളം വലിയ രീതിയിൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയ്ക്കെതിരെ നിലകൊള്ളാൻ, അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഈ പറയുന്ന ഇസ്രായേലിനൊപ്പം നിൽക്കാനായിട്ട് തയ്യാറാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തും നിന്ന് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ പോലും ഈ പറയുന്ന മൊസാദിൻ്റെ കൂടെ നിൽക്കുന്നു. ഇറാനിൽ പോലും ഈ ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ തലവനെ കൊലപ്പെടുത്തിയതിൽ മലയാളികളുടെ പങ്കുണ്ട്. അത് പുറത്തു വരുന്നുണ്ട്. രണ്ടാമത് പേജർ ആക്രമണം. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാനിലെ ആഗോള ഭീകരവാദ സംഘടന തന്നെയാണ്. ഈ ഭീകരവാദ സംഘടനയുടെ രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായിട്ട് ആരും ചോർത്തിയെടുക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള പേജർ സംവിധാനം ഇവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ പേജർ പൊട്ടിത്തെറിച്ചുകൊണ്ട് 5000-ഓളം ഈ പറയുന്ന ഹിസ്ബുള്ള ഭീകരന്മാർക്കാണ് പരിക്കും, അതിൽ കുറേ ആളുകൾ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ ചുക്കാമണി പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു വിഷയമൊക്കെ, പോക്കറ്റിൽ പേജറിട്ട് അതുവരെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഒരേ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ പറയുന്ന മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയ്ക്കൊപ്പം നിന്നുകൊണ്ട് മലയാളികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വലിയ വിചിത്രപരമായിട്ടുള്ള കാര്യമായിട്ടായിരിക്കണം ഇതിനെ കാണേണ്ടത്. അങ്ങനെ ഒരു സംവിധാനമാണ് ഈ പറയുന്ന മൊസാദിനോടും അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടും ഇന്ത്യക്കാർക്കുള്ള കൂറ്. അത് ഒരു മലയാളിയായിട്ടുള്ള വയനാട്ടുകാരനാണ് ഈ പറയുന്ന പേജർ ആക്രമണത്തിൽ ഇതിൻ്റെ ഉള്ളിൽ സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന അതേ ഒരു സ്നേഹത്തോടു കൂടി തന്നെ ഇസ്രായേൽ സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യക്കാർ തയ്യാറാണെന്നുള്ള രീതിയിലേക്ക് അത് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നൊരു വിഷയമാണ് മാത്യു സാമുവൽ സാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എത്രത്തോളം വലിയ രീതിയിലൊരു സംഭവമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല.